ഇത് കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയാണ്. നിങ്ങളിങ്ങനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റൈലിഷ് കല്യാണമൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ യേശുവിനെ വെറും ഒരു അതിഥിയായിട്ട് നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് ക്ഷണിക്കരുത്. നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് യേശുവിനായിരിക്കണം. കനായിലെ കല്യാണത്തിന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ആ കഥയിലെ വീഞ്ഞ് സൂചിപ്പിക്കുന്നത് നന്മയാണ്. നന്മ എന്ന് പറയുമ്പോൾ സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെ. വെള്ളം സൂചിപ്പിക്കുന്നത് ഒരു ശൂന്യതയാണ്, അല്ലെങ്കിൽ സമാധാനമില്ലായ്മ, സ്നേഹമില്ലായ്മ, സന്തോഷമില്ലായ്മയൊക്കെ. ആ കഥയില് കർത്താവിനെ അവിടെ വെറും ഒരു അതിഥിയായിട്ടാണ് ആ വീട്ടുകാർ ക്ഷണിച്ചിരുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആ വീട്ടില് വീഞ്ഞില്ലാതായി പോവാണ്. അങ്ങനെ മാതാവിന്റെ മധ്യസ്ഥതയിൽ യേശു അവിടെ ഉണ്ടായിരുന്ന വെള്ളം വീഞ്ഞാക്കി മാറ്റുവാണ്. അപ്പൊ അച്ഛന് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തില് യേശുവിനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ കനായിലെ കല്യാണത്തിലെ വെള്ളം വീഞ്ഞാക്കിയതുപോലെ നിങ്ങളുടെ ആ ശൂന്യമായ വിവാഹ ജീവിതത്തെ അവൻ സന്തോഷവും സ്നേഹവും സമാധാനവും ഉള്ളതാക്കി മാറ്റി തീർക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.